ഹലോ സ്റ്റുഡൻസ്, വെൽക്കം അഗെയിൻ എക്കണോമിക്സ് ക്ലാസ്. ഇന്നത്തെ എക്കണോമിക്സിൻ്റെ ക്ലാസ്സിൽ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന ചാപ്റ്ററിൽ പ്രൊഡക്ഷൻ എന്ന ഭാഗത്തുള്ള ഷോർട്ട് ടേം പ്രൊഡക്ഷൻ ഫംഗ്ഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ലോ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ലോ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് ആൻഡ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ പ്രൊഡക്റ്റും ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനും സെയിം തന്നെയാണ്. നമുക്കറിയാം, ഒരു പ്രൊഡ്യൂസർക്ക് ഷോർട്ട് ടേം പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഒരു പ്രൊഡ്യൂസർക്ക് വേരിയബിൾ ഫാക്ടറിലുള്ള ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്താൽ മാത്രമേ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ പ്രൊഡക്റ്റ് അതേപോലെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പ്രധാനമായിട്ടും 3 സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആ 3 സ്റ്റേജസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റേജ് 1, ഇൻക്രീസിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ. സ്റ്റേജ് 2, ഡിമിനിഷിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ. സ്റ്റേജ് 3, നെഗറ്റീവ് റിട്ടേൺസ് ടു എ ഫാക്ടർ. ഇങ്ങനെ 3 സ്റ്റേജസ് ആയിട്ടാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ പ്രൊഡക്റ്റ് അതേപോലെ തന്നെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനും. ആ 3 സ്റ്റേജസ് എന്താണെന്ന് നോക്കാം. ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു ലോ ആണ്, ഇതൊരു നിയമമാണ്. 3 സ്റ്റേജസിലൂടെയാണ് TP അതേപോലെ തന്നെ MP, AP പാസ് ചെയ്യുന്നത്. അതായത് ടോട്ടൽ പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ്. അത് നമ്മളൊരു ടേബിളിൽ നോക്കിയിട്ട് നമ്മൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, ഇൻ ഫസ്റ്റ് സ്റ്റേജ് TP ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. നമ്മൾ ഈ ടേബിളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഇങ്ങനെ 3 സ്റ്റേജ് ആയിട്ടാണ് ഉള്ളത്. ടേബിളിൽ നോക്കാം. ഇതിലെ ഫിക്സഡ് ഇൻപുട്ട്, അതേപോലെ വേരിയബിൾ ഇൻപുട്ട്, ടോട്ടൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ TP, മാർജിനൽ പ്രൊഡക്റ്റ് MP, ദെൻ ലാസ്റ്റ് വൺ ആവറേജ് പ്രൊഡക്റ്റ് AP. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റേജ് TP ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. TP എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഇവിടെ നോക്കിയാൽ കാണാം, ഫസ്റ്റ് സ്റ്റേജ് ആണിത്. ഈ ഫസ്റ്റ് സ്റ്റേജിൽ TP എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നു. 0, 1 ആയി, 1 3 ആയി, 3 6, ദെൻ 10 ആയി. അപ്പോൾ TP ഇൻക്രീസിങ് റേറ്റിലാണ് ഉള്ളത് എന്ന് നമുക്ക് ഈ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ MP ഓൾസോ ഇൻക്രീസസ് ആൻഡ് റീച്ചസ് ഇറ്റ്സ് മാക്സിമം. MP എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഇൻക്രീസിങ് റേറ്റിൽ തന്നെയാണ് പോകുന്നത്. അതിൻ്റെ മാക്സിമം ലെവലിലേക്ക് എത്തുന്നു. മാക്സിമം എന്ന് പറയുന്നത് 4 ആണ്. MPയുടെ മാക്സിമം ലെവൽ 4 ആണ്. അപ്പോൾ MP ഇൻക്രീസസ് ആൻഡ് റീച്ചസ് ഇറ്റ്സ് മാക്സിമം. ദെൻ AP ഇൻക്രീസസ്. APയും എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ആവറേജ് പ്രൊഡക്റ്റും ഇൻക്രീസ് ചെയ്യുന്നു. 1.0 ഇൻക്രീസ് ചെയ്തു, 1.5, 2, അതേപോലെ 2.5, അങ്ങനെ എന്ത് ചെയ്യുന്നു? ആവറേജ് പ്രൊഡക്റ്റും ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റേജിൽ സംഭവിക്കുന്നത്. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജിൽ അതായത് ഡിമിനിഷിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ, അതാണല്ലോ സെക്കൻഡ് സ്റ്റേജ്. നോക്കാം. ഇൻ ദി സെക്കൻഡ് സ്റ്റേജ് TP ഇൻക്രീസസ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്. അതായത് കുറഞ്ഞ റേറ്റിലാണ്, ഡിക്രീസിങ് റേറ്റിലാണ് എന്ത് ചെയ്യുന്നത്? TP ഇൻക്രീസ് ചെയ്യുന്നത്. അതിവിടെ സെക്കൻഡ് സ്റ്റേജിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇവിടെ 13 15 ആയി, പിന്നെ 16 16. അതേസമയം നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇൻക്രീസിങ് റേറ്റ് തന്നെയാണ്. 1 3 ആയിട്ടുണ്ട്, 3 പിന്നെ അതിൻ്റെ ഡബിൾ ആയിട്ടുണ്ട് അല്ലേ, 6 ആയിട്ടുണ്ട്, പിന്നെ അത് 10 ആയിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ സെക്കൻഡ് സ്റ്റേജിൽ ചെറിയൊരു രീതിയിലുള്ള ഇൻക്രീസിങ് ആണ് നടക്കുന്നുള്ളൂ. 13 15 16, വീണ്ടും 16 തന്നെ, സെയിം തന്നെയാണ്. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്? സെക്കൻഡ് സ്റ്റേജിൽ TP ഇൻക്രീസസ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്. ഡിക്രീസിങ് റേറ്റിൽ എന്ത് ചെയ്യുന്നു? TP ഇൻക്രീസ് ചെയ്യുന്നു ഇൻ ദി സെക്കൻഡ് സ്റ്റേജ്. ദെൻ MP ഫാൾസ് ആൻഡ് ബിക്കംസ് 0. MP എന്ത് ചെയ്യുന്നു? താഴോട്ട് പോവാണ് അല്ലേ, ഫാൾ ചെയ്യാണ് അല്ലേ, ഡിക്രീസ് ചെയ്യാണ്. 3 2 ആയിട്ട് മാറി, 2 1 ആയി. ദെൻ അത് 0യിലേക്ക് എത്തുന്നു. ബിക്കംസ് 0 ആയിത്തീരുന്നു അല്ലേ, MP 0 ആകുന്നു. 3 2 1 0. അപ്പം എന്ത് ചെയ്യുന്നു? MP എന്ത് ചെയ്യുന്നു? MP ഫാൾസ് ആൻഡ് ബിക്കംസ് 0. Then AP declines. AP declines. AP declines ആണ്, ഡിക്ലൈൻ ചെയ്യുന്നു അല്ലേ. 2.6ൽ നിന്ന്
2.5 ആയി ഡിക്ലൈൻ ചെയ്യുന്നു. ദെൻ വീണ്ടും ഡിക്ലൈൻ ചെയ്യാൻ 2.3, 2.0 അങ്ങനെ എന്ത് ചെയ്യുന്നു, എ പി ഡിക്ലൈൻ ചെയ്യുന്നു. ഇതാണ് സെക്കൻഡ് സ്റ്റേജ്. അതിനാണ് പറയുക ഡിമിനിഷിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് എന്തായിരുന്നു? ഫസ്റ്റ് സ്റ്റേജ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ. സെക്കൻഡ് സ്റ്റേജ് ഡിമിനിഷിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ. ദെൻ തേർഡ് സ്റ്റേജിൽ നോക്കാൻ എന്താ സംഭവിക്കുന്നതെന്ന്. ഇൻ തേർഡ് സ്റ്റേജിന് പറയുന്നത് നെഗറ്റീവ് റിട്ടേൺസ് ടു എ ഫാക്ടർ ആണ്. ഓക്കെ, ദെൻ ഇൻ തേർഡ് സ്റ്റേജ് ടി പി സ്റ്റാർട്ട്സ് ഡിക്ലൈനിങ്, ദെൻ എം പി ബിക്കംസ് നെഗറ്റീവ്. ടി പി സ്റ്റാർട്ട്സ് ഡിക്ലൈനിങ് നോക്കാം, ടി പി നോക്കാം, ഡിക്ലൈൻ ചെയ്യാണ്. ടി പി 15 13ആയി. അപ്പോൾ ടി പി ഡിക്ലൈൻ ചെയ്യുന്നു. ദെൻ എം പി എന്ത് ചെയ്യുന്നു, നെഗറ്റീവിലേക്ക് പോവുകയാണ്. അല്ലേ, -1, -2, -3 അങ്ങനെ എന്ത് ചെയ്യുന്നു, നെഗറ്റീവിലേക്ക് പോവുകയാണ്. എന്ത്, എം പി ബിക്കംസ് നെഗറ്റീവ്. ദെൻ എ പി കണ്ടിന്യൂസ് ടു ഡിക്ലൈൻ ബട്ട് നെവർ ബിക്കംസ് 0. എ പി കണ്ടിന്യൂസ് ടു ഡിക്ലൈൻ, എ പി എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഡിക്ലൈൻ ചെയ്യാണ്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ബട്ട് നെവർ ബിക്കംസ് 0, 0യിലേക്ക് പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് 3 സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജാണ് നെഗറ്റീവ് റിട്ടേൺസ് ടു എ ഫാക്ടർ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? ടി പി എന്ത് ചെയ്യുന്നു, ഡിക്ലൈനിങ് ആണ്. ദെൻ എം പി ബിക്കംസ് നെഗറ്റീവ്, എം പി നെഗറ്റീവ് ആവുന്നു. ദെൻ എ പി കണ്ടിന്യൂസ് ടു ഡിക്ലൈൻ, എ പി ഡിക്ലൈനിലേക്ക് പോകുന്നു, ബട്ട് നെവർ ബിക്കംസ് 0, പക്ഷെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, 0 ആകുന്നില്ല. ഇതാണ് മൂന്നാമത്തെ സ്റ്റേജ്. ഇങ്ങനെ 3 സ്റ്റേജസിലൂടെയാണ് ടി പി, എം പി, എ പി കടന്നു പോകുന്നത്. ഏത് ലോ പ്രകാരം? ഈ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ പ്രൊഡക്റ്റ് ആൻഡ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ പ്രകാരം വരച്ചിട്ടുള്ള ഗ്രാഫ് നോക്കി നമുക്ക് കൂടുതൽ വ്യക്തമാവും ഈ ലോയെ കുറിച്ചിട്ട്. ദെൻ നോക്കാം. ഫസ്റ്റ് നമുക്കറിയാം പ്രൊഡക്റ്റ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പ്രൊഡക്റ്റ് ഇവിടെ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ടി പി ടോട്ടൽ പ്രൊഡക്റ്റ് എത്രയാണുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ അടയാളപ്പെടുത്തിയാൽ മതി. ടോട്ടൽ പ്രൊഡക്റ്റ് ഇവിടെ നമുക്കറിയാം 16 ആണ് കൂടുതലുള്ളത്, ഏറ്റവും കൂടുതൽ 16 ആണ്. അപ്പോൾ നമ്മൾ 1 to 16 വരെ നമ്മൾ അടയാളപ്പെടുത്തി നമ്മളെ ഗ്രാഫിൽ. ദെൻ -2 വരെ അടയാളപ്പെടുത്തുക. 0, -1, -2. ദെൻ ഇവിടെ വേരിയബിൾ ഇൻപുട്ട് x1 ടോട്ടൽ 10 ആണ്. അതുകൊണ്ട് നമ്മൾ 1 to 10 വരെ എക്സ് ആക്സിസിൽ അടയാളപ്പെടുത്തുക. ഓക്കെ, 1 to 10 വരെ അടയാളപ്പെടുത്തി. ദെൻ ഫസ്റ്റ് നമ്മൾ വരക്കുന്നത് ടി പി ആണ്. ടി പി കർവ് ആണ് ഫസ്റ്റ് നമ്മൾ വരക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വേരിയബിൾ ഇൻപുട്ട് 0 ആണ്. 0യിൽ നിന്നാണ് ടി പി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റിൽ വേരിയബിൾ ഇൻപുട്ട് 1ൽ ടി പി 1 ആണ്. വേരിയബിൾ ഇൻപുട്ട് 1, ടി പി 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ടി പി 1ൽ അടയാളപ്പെടുത്തുക. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് 2ൽ ടി പി 3 ആണ്. 2ൽ ടി പി 3 ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തുന്നു. ദെൻ 3ൽ ടി പി 6, 6ൽ അടയാളപ്പെടുത്തുന്നു. ദെൻ 4ൽ ടി പി 10, 4ൽ ടി പി 10, ടോട്ടൽ പ്രൊഡക്റ്റ് 10. ഓക്കെ, ഇതുവരെ ഫസ്റ്റ് സ്റ്റേജ്. ദെൻ 5ൽ 13, ടോട്ടൽ പ്രൊഡക്റ്റ് 13. ദെൻ 6ൽ വേരിയബിൾ ഇൻപുട്ട് 6ൽ 15, 15. ദെൻ 7ൽ 16, ടോട്ടൽ പ്രൊഡക്റ്റ് 7ൽ 16. ദെൻ 8ൽ സെയിം തന്നെയാണ് 16. ദെൻ 9ൽ 15,
9ൽ 15, then 10ൽ 13, 10ൽ 13. ഈ ഷേപ്പാണ് കിട്ടുക. ടി പി കേവ് ഈ ഷേപ്പാണ് കിട്ടുക. ഇതാണ് ടി പി കേവ്. ദെൻ അതേപോലെ തന്നെ നമ്മൾ അടുത്തത് എം പി കേവ് വരക്കാണ്. എം പി വേരിയബിൾ ഇൻപുട്ട് 1ൽ എം പി 1 ആണ്. ഓക്കെ. ദെൻ 2ൽ എം പി 2, 2ൽ എം പി 2. ദെൻ 3ൽ എം പി 3, 3ൽ എം പി 3. ദെൻ 4ൽ എം പി 4, 4ൽ എം പി 4, 4ൽ 4. അപ്പോൾ ഇതുവരെയാണ് എം പിയുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റേജിലേക്ക് കടക്കുകയാണ്. സെക്കൻഡ് സ്റ്റേജിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സെക്കൻഡ് സ്റ്റേജ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എം പിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? കുറവുണ്ടാകുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഫിഫ്തിൽ എം പി 3, ഫിഫ്തിൽ എം പി 3 ആയിട്ട് കുറഞ്ഞു. ദെൻ സിക്സ്തിൽ എം പി 2, സിക്സ്തിൽ എം പി 2 വീണ്ടും കുറഞ്ഞു. ദെൻ 7ൽ എം പി 1 വീണ്ടും കുറഞ്ഞു. ദെൻ 8ൽ എം പി 0. ദെൻ അതുവരെ സെക്കൻഡ് സ്റ്റേജ്. ഇനി നെഗറ്റീവിലേക്ക് പോവാണ്. ദെൻ 9ൽ -1, -1 9ൽ. ദെൻ 10ൽ വേരിയബിൾ ഇൻപുട്ട് 10ൽ -2. അപ്പോൾ ഇങ്ങനെയാണ്, ഈ ഷേപ്പിലാണ് എം പി കേവ് കിട്ടുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് എ പി കേവ് ആണ്. ആവറേജ് പ്രൊഡക്റ്റ് കേവ് ആണ്. വേരിയബിൾ ഇൻപുട്ട് 1ൽ ആവറേജ് പ്രൊഡക്റ്റ് 1, 1.0, 1ൽ 1, എ പി 1. ദെൻ സെക്കൻഡ് വേരിയബിൾ ഇൻപുട്ട് 2ൽ 1.5, 1.5. ഇതാണ് 1.5. ദെൻ 3ൽ 2.0, 3ൽ 2.02. ദെൻ 4ൽ 2.5, 4ൽ 2.5, 2.5ന് നേരെ. ഓക്കെ. ദെൻ ഫിഫ്തിൽ 2.6, ഫിഫ്തിൽ 2.6. ദെൻ 6ൽ വേരിയബിൾ ഇൻപുട്ട് 6ൽ 2.5. ദെൻ 7ൽ 2.3, 7ൽ 2.3. ഇവിടെ 2.3 ഏകദേശം ഇവിടെ തന്നെ വരും. ഓക്കെ. 2.3. ദെൻ 8ൽ 2.0 ഇവിടെ 2ൽ. ദെൻ 9ൽ 1.6. ദെൻ 10ൽ 1.3. അപ്പോൾ എ പിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് വരിക. എ പി. ഓക്കെ. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് ടേബിൾ പ്രകാരമുള്ള ഗ്രാഫാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് 3 സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 സ്റ്റേജസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റേജ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ. ദെൻ സെക്കൻഡ് സ്റ്റേജ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു എ ഫാക്ടർ. ദെൻ തേർഡ് സ്റ്റേജ് നെഗറ്റീവ് റിട്ടേൺസ് ടു എ ഫാക്ടർ. ഓക്കെ. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടി പി ആൻഡ് എം പി, ടി പിയും എം പിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കാം. വെൻ ടി പി ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ് എം പി ഇൻക്രീസസ്. അതായത് ടി പി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻക്രീസിങ് റേറ്റിൽ ഉയർന്ന രീതിയിൽ തന്നെ ഇൻക്രീസിങ് റേറ്റ് തന്നെ ടി പി ഇൻക്രീസ് ചെയ്യുമ്പോൾ എം പി എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. നമ്മൾ ആ ഗ്രാഫിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ദെൻ വെൻ ടി പി ഇൻക്രീസസ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ് എം പി ഡിക്രീസസ്. ടി പി ഡിക്രീസിങ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ദെൻ എം പി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. വെൻ ടി പി റീച്ചസ് ഇറ്റ്സ് മാക്സിമം എം പി ബിക്കംസ് 0. ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമം ലെവലിലെത്തുമ്പോൾ എം പി 0 ആവുന്നു. ദെൻ വെൻ ടി പി ഡിക്രീസസ് എം പി ബിക്കംസ് നെഗറ്റീവ്. ടോട്ടൽ പ്രൊഡക്റ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആവുന്നു. അപ്പോൾ ഇത് നമുക്കതിൽ കിട്ടിയ ഒരു കൺക്ലൂഷൻ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടി പി ആൻഡ് എം പി, ടോട്ടൽ പ്രൊഡക്റ്റും എം പിയും തമ്മിലുള്ള ബന്ധം. ദെൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എം പി ആൻഡ് എ പി, മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ നമുക്കതിൽ നിന്ന് കിട്ടിയ കൺക്ലൂഷൻ.
ആസ് എ പി ഇൻക്രീസസ് എം പി ഈസ് ഗ്രേറ്റർ ദാൻ എ പി. അതായത് എ പി ഇൻക്രീസ് ചെയ്യുമ്പോൾ എം പി ഈസ് ഗ്രേറ്റർ ദാൻ എ പിനേക്കാൾ കൂടുതലാണ് മാർജിനൽ പ്രൊഡക്റ്റ്. ആവറേജ് പ്രൊഡക്റ്റിനേക്കാൾ കൂടുതലാണ് മാർജിനൽ പ്രൊഡക്റ്റ് എ പി ഇൻക്രീസ് ചെയ്യുമ്പോൾ. ദെൻ വെൻ എ പി റീച്ചസ് മാക്സിമം എ പി ആൻഡ് എം പി വിൽ ബി ഈക്വൽ. നമുക്ക് ആ ഗ്രാഫിൽ നോക്കിയാൽ മനസ്സിലാകും ആവറേജ് പ്രൊഡക്റ്റ് അതിൻ്റെ മാക്സിമം റീച്ച് ചെയ്യുമ്പോൾ അവിടെ ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും ഈക്വൽ ആണ്. ഇവിടെ നോക്കാം, ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും ഇവിടെ ഈക്വൽ ആകുന്നുണ്ട്, കണ്ടില്ലേ? എ പി ആൻഡ് എം പി ഈക്വൽ. ഓക്കെ. ദെൻ വെൻ എ പി ഡിക്രീസസ് എം പി ഈസ് ലെസ് ദാൻ എ പി. ആവറേജ് പ്രൊഡക്റ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ആവറേജ് പ്രൊഡക്റ്റിനേക്കാൾ കുറവാണ് മാർജിനൽ പ്രൊഡക്റ്റ്. അപ്പോൾ ഇതാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന, ആ ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എം പി ആൻഡ് എ പി.